മേലെ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് മേലെ, പക്ഷെ അത് എന്താവും അറിയില്ല, ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് അവിടെ മ്യൂട്ട് ആക്കിയത് കൊണ്ട് ചിലപ്പോ സൗണ്ട് കേൾക്കൂലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. നോക്കാം നമുക്ക്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഒരു രണ്ടാൾക്കാര് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഒരാൾ ഇവിടെയുണ്ട്, ഒരാള് ഇവിടെയും ഉണ്ട് അല്ലെ, ഒരാൾ എവിടെയാണ്, ഒരാള് എവിടെയാണുള്ളത്. അപ്പൊ ഇതൊരു സെൻഡർ ആണെന്ന് വിചാരിച്ച് ഇതൊരു റിസീവർ ആണ്. സെൻഡർ എന്താ ചെയ്യാ, ഒരു മെസ്സേജ് റിസീവർക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ആദ്യം നമ്മൾ ഈ സാധാരണ നോർമൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കാർഡ്സ് മോഡല്, അതുപോലെ തന്നെ ലേഗൻ മോഡല്, ബെർലോ മോഡല്, പിന്നെ അങ്ങനെ കുറെ ഒരുപാട് മോഡലുണ്ട്. അപ്പൊ ആ മോഡലൊക്കെ പഠിക്കാം. നമുക്ക് അതിന് മുന്നേ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാം. അപ്പൊ ഒരു സെൻഡർ റിസീവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്ത് വേണം, അയക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മീഡിയം വേണം. ദിസ് മീഡിയം ഈസ് ഓൾസോ നോൺ ആസ് ചാനൽ. മീഡിയത്തിന് എന്താ പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത്, മീഡിയം അല്ലെങ്കിൽ ചാനൽ. അപ്പോ സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അങ്ങനെ തന്നെ റിസീവർക്ക് ഈ ചാനലിലൂടെ കിട്ടിക്കഴിഞ്ഞാല് ചിലപ്പോ ഈ കിട്ടുന്ന റിസീവർക്ക് ആയിരിക്കില്ല ചിലപ്പോ അയക്കേണ്ടത്, വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാളും ആ ഡാറ്റ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും. എന്താ ചെയ്യാം, എൻകോഡ് ചെയ്യും. സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും. അപ്പൊ എൻകോഡ് ചെയ്തതിന് ശേഷമുള്ള ഡാറ്റയായിരിക്കും നമ്മളെ ഈ മീഡിയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. അങ്ങനെ ആ മീഡിയത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എൻകോഡ് ചെയ്ത ഡാറ്റ എന്താന്ന് പറയാ, എൻകോഡ് ചെയ്ത ഡാറ്റ നമുക്ക് ഈ റിസീവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിസീവർക്ക് ആ ഡാറ്റ വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ മെസ്സേജിന് എന്ത് ചെയ്യും, ഇവിടെ ഡീകോഡ് ചെയ്യും. അപ്പൊ എന്താണ് എൻകോഡിങ്, എന്താണ് ഡീകോഡിങ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എൻകോഡിങ് എന്താണ്, ഡീകോഡിങ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ഡാറ്റ, ഒറിജിനൽ ഓർ പ്ലെയിൻ ടെക്സ്റ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഡഡ് ഡാറ്റയാക്കി മാറ്റുന്നു. ഈ കോഡഡ് ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സിമ്പിൾ ആയിരിക്കും, കുറെ സീറോസും വൺസും അതുപോലെ ഹാഷ് എങ്ങനെയാവാം. ഓക്കെ, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കില്ല കോഡഡ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ആ തന്നിരിക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു, കോഡഡ് ഫോമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ കോഡഡ് ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയാ, സിഫർ ടെക്സ്റ്റ് ഓർ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയാം. അതായത് ഈ സൈഫർ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ പറ്റില്ല, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, ഒറിജിനൽ ഡാറ്റ ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് അല്ല, അതിനെ കോഡഡ് ഡാറ്റയാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒറിജിനൽ ഓർ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ കോഡഡ് ഡാറ്റ ഒരു സിഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ, എൻകോഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ എൻകോഡ് ചെയ്തിട്ടുള്ള സിഫർ ടെക്സ്റ്റ് ആയിരിക്കും മീഡിയത്തിലൂടെ നമ്മൾ റിസീവർക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സിഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ് നമ്മൾ റിസീവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ സൈഫർ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുക, ഒറിജിനൽ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ, ഡീകോഡിംഗ് എന്ന് പറയാം. അപ്പൊ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ കോഡഡ് ഡാറ്റയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എൻകോഡിംഗ് എന്നും, ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഫർ ടെക്സ്റ്റിനെ ഒറിജിനൽ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും,
അല്ലെ? അപ്പൊ ഒറിജിനലിന് നമ്മൾ ആദ്യം സിഫർ ആക്കി എൻകോഡ് ചെയ്തിട്ടു, ദെൻ സിഫറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ആക്കി മാറ്റുന്നു. എങ്ങനെ? ഡീകോഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, അതിനെ എൻകോഡ് ചെയ്യുന്നു, സൈഫർ ടെക്സ്റ്റ് ആക്കുന്നു, സൈഫർ ടെക്സ്റ്റ് ആക്കിയതിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നു, ഈ മെസ്സേജ് റിസീവർ റീഡ് ചെയ്യുന്നു. ഏത് ത്രൂ ആണ് നമ്മൾ ഈ സൈഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്? മീഡിയം ഓർ ചാനൽ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡാറ്റ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഒരു ബെർലോ മോഡൽ എന്ന് പറയാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ബെർലോ മോഡൽ ഇതിനെ പറയുന്നത് ബെർലോ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ബെർലോ മോഡൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മള് എസ് ആറിലേക്ക് സെൻഡ് ചെയ്തു, ബട്ട് എസിന് അറിയില്ല ഈ ആറിന് ഇത് റിസീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? സപ്പോസ് ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും, കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായി? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയി. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ? അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലെ? കിട്ടിയിട്ടില്ല നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ? റിസീവർ എസിന് പിന്നെ സെൻഡർക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഫീഡ്ബാക്ക് കൊടുക്കണം എന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ന്യൂസ് പേപ്പറിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് വന്നു, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫീഡ്ബാക്ക് ഉള്ളൂ. നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ആരും എന്നോട് തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അവിടെ എന്തില്ല? ഫീഡ്ബാക്ക് ഇല്ല. അപ്പൊ ഫീഡ്ബാക്ക് ചില കേസിൽ ഉണ്ടാവാം, ചില കേസിൽ ഇല്ലാണ്ടിരിക്കാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിലാണ് നമ്മൾ എന്താ പറയുന്നത്? ടു വേ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാത്രമേ നമ്മൾ പറയുന്നില്ല, ഇങ്ങോട്ടേക്ക് ഒന്നും പറയുന്നില്ലെങ്കിൽ എന്താ ചെയ്യത്? വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ റേഡിയോ ആയിട്ടുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ? അവർ പറയുന്നത് നമ്മൾ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല അല്ലെ? വൺ വേ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഡൗട്ടില്ലല്ലോ? വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ എൻകോഡിങ്ങും ഡീകോഡിങ്ങും മാത്രമേ ഒരു പിന്നെ ഓർമ്മിക്കേണ്ട വേർഡ് ഉള്ളൂ. പിന്നെ ഒരു സൈഫർ ടെക്സ്റ്റ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന മെത്തേഡിനെ നമ്മൾ എന്താ പറയാ? എൻകോഡിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ? ഡീകോഡിംഗ് എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ ദിവസം ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ കുറെ നാൾ കൂടിയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കറിയാം. അപ്പൊ ആകപ്പാട് എന്തെല്ലാം ആകുന്നുണ്ടാവും. കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് നിർത്താം, അല്ലെ പിന്നെ തീരൂല. നമ്മൾ ഒരു മാസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചത് തീരൂല. അതുകൊണ്ടാണ്. അപ്പൊ ഫീഡ്ബാക്കിന്റെ ഓർമ്മിച്ച് വെക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മാർക്ക് അവിടെ കിട്ടി. അങ്ങനെ ചിന്തിക്കണം എപ്പോഴും. നെക്സ്റ്റ് വരുന്നത് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് കുറേ മോഡൽ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ നിങ്ങളോട് എന്താണ് ഈ മോഡൽ എന്നൊന്നും ചെയ്യില്ല. അതിൻ്റെ അകത്ത് വരുന്ന ഒരു കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിലത്തിന്റെ അകത്തുള്ള ഓരോ വേർഡ് ഉണ്ട്. ആ വേർഡ് മാത്രമേ ഓർമ്മിക്കുള്ളൂ. ആ വേർഡാണ്, ആ മെത്തേഡാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ വേർഡ് മാത്രം ഓർമ്മിച്ചാൽ മതി. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനെയും പറയാം. ഒന്നാമത്തേത് അരിസ്റ്റോട്ടിൽ മെത്തേഡ്. അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം നമ്മൾ പറയില്ലേ? പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതേ മെത്തേഡ് തന്നെയാണ് അരിസ്റ്റോട്ടിലിന്റെ മെത്തേഡ് നമ്മൾ പറയുന്നത്. ഒരു ഗുരു ഉണ്ടാവും, അവരെ കീഴിലെ ആൾക്കാരെ തണലിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ശിഷ്യന്മാരും ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവർക്ക് പൊതുവെ അങ്ങോട്ടേക്ക് തിരിച്ചു പറയാനുള്ള ഒരു വോയിസ് ഇല്ല. എന്താണ് ഗുരു പറയുന്നത് അതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലെ? കേട്ടിരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പോലും ഇല്ല പോലും നമുക്ക് അതിനെ കൊണ്ട് ഒരു കാര്യമില്ല അല്ലെ? തിരിച്ച് ഗുരുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരു നിന്ദയായി, ഗുരു ആടുന്ന ശിക്ഷിക്കലായി, പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോയി ചിലപ്പോൾ നമ്മുടെ ജീവനെ പോയി അല്ലെ? അപ്പൊ ഗുരുനിന്ദ ഒരിക്കലും നമ്മൾ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അകത്ത് ചെയ്യാൻ നിൽക്കൂല ആരും. അതായത് കുട്ടികളെ ശിഷ്യന്മാര് ഗുരുവിനോട് ഗുരുനിന്ദ കാണിക്കൂല. അപ്പൊ ഇത് ശരിക്കും എന്താണ്? ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇയാൾ എന്ത് പറയുന്നു അത് കേട്ടിരിക്കുക അല്ലെ? അപ്പൊ അരിസ്റ്റോട്ടിൽ മെത്തേഡ് ഓഫ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് മെയിൻലി 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഒരു സ്പീക്കർ, രണ്ടാമത്തേത് ഒരു സബ്ജക്റ്റ്,
മൂന്നാമത്തേത് ഓഡിയൻസ്. ഇത് പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. സ്പീക്കർ ആരാന്ന്? ഗുരു അല്ലേ? ഗുരു. ഓഡിയൻസ് ആരാണ്? ഇവരെ താഴെ ഇരിക്കുന്ന ആ പിന്നെ ആൽമര ചോട്ടിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരൊക്കെ എന്താണ്? ഓഡിയൻസ് ആണ് അല്ലെ? ശിഷ്യന്മാരൊക്കെ എന്താണ്? ഓഡിയൻസ് ആണ്. അപ്പൊ സ്പീക്കർ ആയി, ഓഡിയൻസ് ആയി. സ്പീക്കർ ഗുരുവാണ്, ഓഡിയൻസ് നമ്മളെ ശിഷ്യന്മാരാണ്. അപ്പൊ സബ്ജക്ട് എന്നാ? ഗുരു എന്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് അല്ലെ? ഗുരു ഇന്നൊരു സബ്ജക്ട് പറയുന്നത്, ഇന്ന് വേട്ടയാടുന്നതിനെ പറ്റിയിട്ടാ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു ശ്ലോകത്തിനെ പറ്റിയിട്ടാ പറയുന്നത്. അതാണ് എന്ത്? അന്നത്തെ സബ്ജക്ട്. അപ്പൊ ഗുരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അതൊക്കെ ശിഷ്യന്മാരെന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അല്ലെ? പണ്ടത്തെ ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഉറങ്ങലൊന്നും നടക്കൂല. പണ്ടത്തെ നമ്മൾ കേട്ട് തന്നെ അന്നേരം തന്നെ സ്വായത്തമാക്കണം. നമ്മൾ എഴുതിയിട്ടൊന്നും വെക്കൂല അല്ലെ? കേട്ടിട്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ ഹൃദിസ്ഥമാക്കുമെന്ന് പറയില്ലേ? അങ്ങനെ മെത്തേഡായിരുന്നു പണ്ടത്തെ മെത്തേഡ്. ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ അരിസ്റ്റോട്ടൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് പറയുന്നത്. ഒരു ഗുരു ഉണ്ടാവും, അവരുടെ കീഴിൽ കുറെ ശിഷ്യന്മാരുണ്ടാവും. ഗുരുവിനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് പറയുക. അതുപോലെ തന്നെ ഓഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള ശിഷ്യന്മാര്. അപ്പോ സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്ന ദിവസം ഗുരു എന്നാണോ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതാണ് അന്നത്തെ സബ്ജക്ട്. അപ്പൊ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ശിഷ്യന്മാർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ പണ്ടത്തെ, അതായത് നമ്മൾ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്ന അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് ഇങ്ങനെ വരിക. അപ്പൊ അതിനകത്ത് നമ്മൾ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് ഇവരെങ്ങനെയാണ് വർത്താനം പറയുന്നത്, ഇവരെങ്ങനെ ഇരിക്കുന്നല്ല ചോദിക്കുക. എന്താ ചോദിക്കുക? അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത അതിന്റെ അകത്ത് 3 കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്: സ്പീക്കർ, സബ്ജക്ട്, ഓഡിയൻസ്. അത് മാത്രമേ ഓർമ്മിച്ച് വെക്കാണ്ടൂ. പിന്നെ ഇത് നമ്മള് അത് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഗുരു പറയുന്നു, ശിഷ്യന്മാർ കേൾക്കുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുന്നു. അപ്പൊ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും? ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും 2 തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 തന്നിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് ഏതാണ് അരിസ്റ്റോട്ടിൽ മോഡലിന്റെ അകത്ത് അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടാവും, മെസ്സേജ്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ 4 മെസ്സേജ്, പിന്നെ മെസ്സേജ് വേണ്ട, അല്ലെങ്കിൽ ഒരു എൻകോഡിങ്, പിന്നെ സിഫർ ടെക്സ്റ്റ്, അതുപോലെ തന്നെ 6ാമത്തെ ഒരു ചോയ്സ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മീഡിയം അല്ലെ? ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ വരുന്ന നമ്മുടെ NTA വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യന്റെ മോഡൽ നമുക്കറിയാം. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ചോദിക്കൂല. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. 1ാമത്തെ ഓപ്ഷൻ 1, 5, 6. അതുപോലെ തന്നെ B 2, 3, 4. അതുപോലെ തന്നെ C 1, 2, 3. D 9. ഇങ്ങനെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞാലും പോരാ, ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അരിസ്റ്റോട്ടിൽ മോഡലിന്റെ അകത്ത് ഇത് 3 പെടുന്നെന്ന് അറിഞ്ഞിരിക്കും വേണം, ഇത് 3 പെടുന്നില്ല എന്നും അറിയില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഒരിക്കലും 1, 2, 3 എഴുതാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഏതാ അല്ലാത്തത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അകത്തില്ല. അതായത് ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ അകത്ത് ഏതാ അല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ 4ാമത്തെ ഡിക്കേതാണ് അല്ലേ? അങ്ങനെയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത് പോലെയാണ് ഇപ്പോഴത്തെ NTA ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ് ഇതിനകത്ത് വരുന്നതും വരാത്തതിനെ പറ്റിയിട്ടും കാര്യം ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നതാണ് 1, 5, 6, 1ഉം 5ഉം 6ഉം 5ഉം 6 എന്തായാലും വരില്ല. അപ്പൊ അത് നമ്മള് ഔട്ട് ചെയ്തു. പിന്നെ 2, 3, 4. 2ഉം 3ഉം 4ഉം വരുന്ന സബ്ജക്ട് ഓഡിയൻസ് ഉണ്ട്, പക്ഷെ എൻകോഡിംഗ് ഇല്ല. അപ്പൊ അതും ഇല്ല. 4 വന്നതുകൊണ്ട് എൻകോഡിംഗ് എന്ന് പറയുന്നതില്ല. 1, 2, 3 എന്ന് വരുന്ന സമയത്ത് സ്പീക്കർ, സബ്ജക്ട്, ഓഡിയൻസ്. ഓക്കെ, അത് വരുന്നുണ്ട് അല്ലെ? അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മള് ആൻസർ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കളയാൻ പറ്റണം. എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യന്റെ മോഡൽ വരിക. ഇപ്പോഴത്തെ ടൈപ്പാണെങ്കിൽ, പണ്ടത്തെ നമ്മള് നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും, നമ്മൾ എന്തെങ്കിലും ടിക്ക് ചെയ്തിട്ട് ഇടുകയും വേണ്ടു. ഒരു അരമണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി കഴിയുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂർ പോരാൻ തോന്നും. ചിലപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കും ഭയങ്കര എളുപ്പമായിട്ടുണ്ടാവും, അവിടെ നമ്മൾ എത്തിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ
അത് ശ്രദ്ധിക്കുക. അരിസ്റ്റോട്ടിൽ മോഡലിനകത്ത് പണ്ടത്തെ ഓൾഡ് വെർഷൻ വരുന്നത്, പണ്ടത്തെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ അകത്ത് 3 എലമെന്റ് വരുന്നത്: സ്പീക്കർ, ഓഡിയൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റ്. പിന്നെ രണ്ടാമത്തെ മോഡലാണ് സ്ക്രം മോഡൽ. സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ പിക്ചർ കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ അത്രമാത്രമൊന്നുമില്ല സംഭവം. സെൻഡർ, റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ, എൻകോഡ്, ഡീകോഡ്. ഇവിടെ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഇതാണ് ഒരു സ്ക്രം മോഡലിൽ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ സ്ക്രം മോഡലിനകത്ത് വരുന്ന കാര്യങ്ങൾ സെൻഡർ, റിസീവർ, എൻകോഡ്, ഡീകോഡ്, സിഗ്നല്, അതുപോലെ തന്നെ ഇതിനകത്തൊരു വേറെ ഒരു കാര്യം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. ആ ഒരു ഫീൽഡിൽ ആർക്കാണോ അറിവുള്ളത് അവർക്ക് മാത്രം. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഒരു ഫ്ലൈറ്റ് പറക്കുന്നതായിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഓഫീസിൽ ഇരിക്കുന്നവരാണ് ഇവരെല്ലാം. ഫ്ലൈറ്റിലുള്ള പൈലറ്റ് അവരെല്ലാം ഇപ്പോഴത്തെ ടീം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഈ ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നവർ പറയുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ കൊടുക്കുന്ന സിഗ്നൽസ് ഇവർക്ക് എൻകോഡ് ഡീകോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അല്ലേ? പക്ഷെ ഇവര് പറയുന്ന സിമ്പല് അല്ലെങ്കിൽ സിഗ്നല് നമുക്ക് കിട്ടിയ കാര്യമുണ്ടോ? നമുക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ ഇവിടെ ഇരിക്കുന്ന പൈലറ്റ് എന്ന് പറയുന്നത് ഈസിലി, അതായത് എന്തെങ്കിലും ചെറിയ വേർഡ് പറയുന്നത് ഈസിലി അവരത് ഐഡന്റിഫൈ ചെയ്യും. അതായത് എന്താ പറയുന്നത്, നമുക്ക് അതിൻ്റെ ആ കാര്യത്തിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ നമുക്കത് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞത്, അതായത് ഫ്ലൈറ്റ് പിന്നെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഓഫീസിലുള്ളവർക്ക് ആ ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിംഗ് റൂമിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു അവർ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈലറ്റിന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പൈലറ്റ് എന്തെങ്കിലും പറക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അവർക്കും പെട്ടെന്ന് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്, അവര് സെൻഡ് ചെയ്യുന്ന സിഗ്നലിനെ പറ്റിയിട്ട് അവർക്ക് നല്ല ധാരണയുണ്ട്, ഇതിനെ കൊണ്ട് ഇന്നതാണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമാണ് ബാധിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ പോയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ഒരു പൈലറ്റ് പറയുന്ന കാര്യം നമുക്ക് കിട്ടിയിരുന്ന ഒരു കാര്യമില്ല അല്ലെ? നമുക്ക് അത് നന്നായി ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. ബിക്കോസ് നമ്മൾ ആ ഫീൽഡിനകത്ത് എക്സ്പീരിയൻസ്ഡ് അല്ല, നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ഓക്കെ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം അതിനെ പറ്റിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് സെൻഡറും റിസീവറും എൻകോഡും ഡീകോഡും സിഗ്നൽ. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ അരിസ്റ്റോട്ടിൽ മോഡൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇങ്ങനെയുള്ള സിഗ്നൽസും അതുപോലെ തന്നെ ഈ ടേംസ് ഒക്കെ കൊടുത്തിട്ടേക്കും സ്ക്രം മോഡലിന് ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് സ്ക്രം മോഡലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് ഒന്നും പറയുന്നത് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായിരിക്കും മെയിൻ ആയിട്ട് അതിന്റെ കീ വേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സിഗ്നൽ എന്ന് പറയുന്നത് എന്താ, പാസ് ചെയ്യുന്ന സിഗ്നൽ അല്ലെ? എന്താണോ എൻകോഡ് ചെയ്തിട്ട് ആ എൻകോഡ് ചെയ്തതിനു ശേഷം നമ്മൾ പാസ് ചെയ്തിട്ടുള്ള സിഗ്നല് റിസീവർക്ക് സെൻഡ് ചെയ്യുന്നു ത്രൂ സം ചാനൽ അല്ലെ? അതാണ് സ്ക്രം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. അപ്പൊ അരിസ്റ്റോട്ടലിനകത്ത് ഓർമ്മിക്കേണ്ടത് സ്പീക്കർ, ഓഡിയൻസ്, സബ്ജക്റ്റ്. സ്ക്രമിന്റെ അകത്ത് ഓർമ്മിക്കേണ്ടത് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, സിഗ്നൽ, എൻകോഡ്, ഡീകോഡ്, സെൻഡർ, റിസീവർ. ഓക്കെ, അതിനകത്ത് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഓർമ്മിച്ച് നോക്കേണ്ടത്. ബാക്കി അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാക്കി എല്ലാത്തിന്റെ അകത്തും വരുന്നതല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത് കാർഡ്സ് കമ്മ്യൂണിക്കേഷൻ. കാർഡ്സ് കമ്മ്യൂണിക്കേഷൻ സ്പീഡായിട്ട് കൊണ്ടെന്ന് പറയണേ. കാർഡ്സ് കമ്മ്യൂണിക്കേഷൻ മോഡല് ഗേറ്റ് കീപ്പർ.
കാർഡ്സിനെ ഓർമ്മിക്കാനുള്ള ഒരു ടേമാണ് ഗേറ്റ് കീപ്പർ. സ്പീക്കർ, ഗേറ്റ് കീപ്പർ, ഓഡിയൻസ്. ഈ ഗേറ്റ് കീപ്പേഴ്സ് ആർ ആൾസോ നോൺ ആസ് പിന്നെ സെൻസർ ബോർഡ്. സെൻസർ ബോർഡ് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇന്റർമീഡിയറി, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഗേറ്റ് കീപ്പറിനെ പറയും. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ആരെങ്കിലും പോയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു അല്ലെ, ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ കിട്ടി, അയാളുടെ വീഡിയോ കിട്ടി, അതായത് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത വീഡിയോ കിട്ടി. ആ വീഡിയോ അങ്ങനെ തന്നെ നമ്മള് പിന്നെ ടിവിയിൽ കൊടുക്കുവോ? ഇല്ല അല്ലെ, അങ്ങനെ തന്നെ ടിവിയിൽ കൊടുക്കൂല. എന്തുകൊണ്ടാണ് ടിവിയിൽ കൊടുക്കാത്തെ? ഈ വീഡിയോക്കകത്ത് ചിലപ്പോ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റ് ഉണ്ടാവും. ചില സമയത്ത് പിന്നെ നമ്മളെ മീഡിയയിലും കൂടി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇവര് ചിലപ്പോ ഇതിന്റെ അകത്ത് നല്ല തെറിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറിയൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അതെല്ലാം ടിവിയുടെ റൂളിനെ കുറെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോ അങ്ങനെ തന്നെ എടുത്തിട്ട് ഓഡിയൻസിന് കൊടുക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? ഈ വീഡിയോനെ എഡിറ്റ് ചെയ്യണം. എങ്ങനെ എഡിറ്റ് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഈ വീഡിയോക്കകത്ത്. ആ വീഡിയോക്കകത്തുള്ള എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഒഴിവാക്കി അതിനുശേഷം മാത്രമേ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു സിനിമ വന്നു കഴിഞ്ഞാല് ആ സിനിമയെ ആദ്യം ഇവിടെ ഉണ്ട് സെൻസർ ബോർഡിൽ പോകുന്നത് അല്ലെ. അപ്പൊ സെൻസർ ബോർഡിൽ പോയതിനു ശേഷം അവര് കുറെ കാര്യങ്ങൾ കട്ട് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഹെൽമെറ്റിന്റെ അങ്ങനെയുള്ള വരുന്ന സമയത്തെല്ലാം മെസ്സേജസ് എല്ലാം നമ്മൾ കാണുന്നില്ലേ. അപ്പൊ ഈ സെൻസർ ബോർഡിൽ പോയതിനു ശേഷം സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ബാക്കിയുള്ള വീഡിയോ മാത്രമേ സിനിമയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതായത് നമ്മൾ ശരിക്കും ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി അതിന്റെ വീഡിയോ എന്ന് പറയുന്നത് അതായിരിക്കണമെന്നില്ല അല്ലെ. അതിന്റെ കണ്ടന്റ് അത് തന്നെ, പക്ഷേ അതിനകത്ത് കുറെ കണ്ടന്റ് അധികം ഉണ്ടാവും. സെൻസർ ബോർഡ് എന്ത് ചെയ്യുന്നു? അതിനകത്ത് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ അതിനകത്ത് നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് മാറ്റും. അപ്പൊ ഈ ഗേറ്റ് കീപ്പർ ആരാന്നൊക്കെ നമ്മള് ഈ സിനിമയുടെ കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമുക്ക് സെൻസർ ബോർഡ് എന്നെല്ലാം പറയുന്നില്ലേ. ഈ സെൻസർ ബോർഡിംഗ് ടീമാണ് നമ്മളെ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മള് എന്താണോ സ്പീക്കർ പറയുന്നത് ആ സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് ഓഡിയൻസിന് അങ്ങനെ കൊടുക്കൂല. ആ സ്പീക്കർ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ സെൻസേഴ്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ടുള്ള കുറച്ച് ടീം ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എന്താണ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്തതിനു ശേഷം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം, അതായത് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഓഡിയൻസിന് കൊടുക്കും. ബാക്കി നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ട് മാറ്റും. ഓക്കെ, അവരാണ് എന്ത്? ഗേറ്റ് കീപ്പർ. അപ്പൊ ഒന്നുമില്ല, ഓർമ്മിച്ചാൽ മതി. മൂവി ആണെങ്കിൽ അത് ആദ്യം സെൻസർ ബോർഡിൽ പോകും. ആ സെൻസർ ബോർഡ് തന്നെയാണ് ഈ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡിൽ പോകുന്നത്? പറയുന്ന മൂവിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഓഡിയൻസിന് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെൻസർ ബോർഡ് അവര് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും, കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ പിന്നെ ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിൾ അല്ലെങ്കിൽ എന്താ പറയാ സെൻസർ ബോർഡ് അല്ലെ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊരു ടീം ഓഫ് പിന്നെ ആയിട്ടുള്ള ഒരു പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാവാം, എക്സ്പീരിയൻസ് ആൾക്കാരാവാം അല്ലെ. അപ്പൊ അവരെയാണ് ഈ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഗേറ്റ് കീപ്പർ എന്നൊക്കെ മിക്കവാറും ഉണ്ടാവുന്നത്. അതായത് കാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ ഗേറ്റ് കീപ്പർ ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അഥവാ സെൻസർ ബോർഡ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് പീപ്പിൾ എന്നോ കണ്ടിട്ടുണ്ടെങ്കിലും അത് അതിന്റെ ആൻസർ ആണ്. അപ്പൊ അതാണ് അതെല്ലാ പേരും ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ മോഡലിനകത്ത് വരുന്നത് ഒരു സ്പീക്കർ ഉണ്ടാവും, ഗേറ്റ് കീപ്പർ ഉണ്ടാവും, ഓഡിയൻസ് ഉണ്ടാവും. 3 ആൾക്കാർ: സ്പീക്കർ, ഗേറ്റ് കീപ്പർ, ഓഡിയൻസ്. Gatekeepers are also known as censors or intermediary people. അപ്പൊ സ്പീക്കർ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഗേറ്റ് കീപ്പർക്ക് പോകും, അല്ലെങ്കിൽ സെൻസേഴ്സിന് പോകും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് പീപ്പിളിന് പോകും. അവരെന്ത് ചെയ്യും? നമ്മൾ വേണ്ട ഭാഗം മാത്രം എടുത്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ആയിരിക്കും ഓഡിയൻസിന് കൊടുക്കുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലാകാണ്ട്
ഒരുപാട് സമയമായി പോയോ ഇല്ലെല്ലാം മറ്റേ അല്ലേ. അപ്പം ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഞാൻ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് ഒരുപാട് എടുത്തിട്ട് നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നാളെ മുതൽ നമുക്ക് കുറച്ചും കൂടി അധികം എടുക്കണം, എന്നാലും മാത്രമേ തീരുള്ളൂ. അല്ല പിന്നെ ഇതൊന്നും എത്തിയില്ല, ഒരു പേജ് പോലും ആയില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ഡൗട്ട് അങ്ങനെ വെച്ചിട്ടൊന്നും നിൽക്കുന്നു വേണ്ട, ആർക്കായാലും മെസ്സേജ് അയക്കാം. നമ്മളങ്ങനെ ഒരു ഞാനൊരു ടീച്ചറാണ് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്താ ഒന്നിച്ച് വർക്ക് ചെയ്തവരുണ്ട്, ഒന്നിച്ച് പഠിച്ചവരുണ്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ എല്ലാവരും ഇല്ലാത്തുണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ ഞാൻ ഇന്ന് എടുത്തതിന്റെ നോട്ട് ഞാൻ പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരാം. ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, എന്തെങ്കിലും അടുത്ത ക്ലാസ് ചോദിക്കൂലേ? ഓക്കെ, എന്നാ നമുക്ക് മതിയായിരുന്നാല്. ഓക്കെ, എന്നാൽ എല്ലാം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണേ. ഞാൻ നോട്ട് അയച്ചു തരാം, നോട്ട് എഴുതി എടുക്കണം. പിന്നെ പ്രിന്റ് എടുക്കും, പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. എഴുതി എടുക്കുന്നതായിരിക്കും ഏറ്റവും